ഹായ് ലേണേഴ്സ്, iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സെറ്റ് കൊമേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ആദ്യത്തെ ഒരു 20 ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാലൻസ് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ്, അതായത് 21st ക്വസ്റ്റ്യൻ ആണ്. The World Trade Organization primarily focuses on WTO പറ്റി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ ഏതൊരു എക്സാമിന് പഠിക്കുമ്പോഴും ഇപ്പം നെറ്റിനോ സെറ്റിനോ ഒക്കെ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് പോകുമ്പോൾ ഈ WTO പോലെയുള്ള കുറച്ച് ഓർഗനൈസേഷൻസിനെ പറ്റിയിട്ടും ചില ട്രേഡ് എഗ്രിമെൻറ്റുകളെ പറ്റിയിട്ടും ഒക്കെ പഠിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. സോ ഇത് നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. WTO പ്രൈമർലി ഫോക്കസ് ഓൺ. WTO മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇതിലെവിടെയാണ്? നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആൻസർ നിങ്ങൾ ഓൾറെഡി കണ്ടു അല്ലേ. സോ നമുക്കിവിടെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. റെഗുലേറ്റിംഗ് ഇന്റർനാഷണൽ ലേബർ ലോ ഫോർ ഗ്രോത്ത് ഓഫ് വേൾഡ് ട്രേഡ്. ലേബർ ലോ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണോ നമ്മളുടെ WTOയുടെ പ്രൈമറി ഫോക്കസ്? അതായത് ഏറ്റവും പ്രൈമറി ആയിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് ലേബർ ലോസ് റെഗുലേറ്റ് ചെയ്യണം എന്നുള്ളതാണോ? അല്ല. പ്രൊമോട്ടിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് ഇന്റർനാഷണൽ ട്രേഡ് ബിറ്റ്വീൻ കൺട്രീസ്, അത് തന്നെയല്ലേ നമുക്കതിൻ്റെ ആൻസർ ആയിട്ട് വരിക. കാരണം WTOയുടെ ഫുൾ ഫോം നമുക്കറിയാം, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. ഇപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പ്രൈമർലി എന്തിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്? ട്രേഡ് അല്ലേ. ഇപ്പം രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് അത് എനേബിൾ ചെയ്യുക എന്നതാണ് WTOയുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ പ്രൊമോട്ടിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് ഇന്റർനാഷണൽ ട്രേഡ്. ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ രണ്ട് കൺട്രീസ് തമ്മിലുള്ള ട്രേഡ് ആയിരിക്കും ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. സോ ഈ കൺട്രീസ് തമ്മിലുള്ള ട്രേഡ്, രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു ട്രേഡ് റെഗുലേറ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യണം. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ WTOയുടെ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത്. ദെൻ ബാക്കി ഓപ്ഷൻസ് നമുക്ക് കാണാം. പ്രൊവൈഡിങ് ഫൈനാൻഷ്യൽ എയ്ഡ് ടു ഡെവലപ്പിംഗ് കൺട്രി ടു കോമ്പീറ്റ് വിത്ത് ഡെവലപ്ഡ് കൺട്രീസ്. ഫൈനാൻഷ്യൽ എയ്ഡ് കൊടുക്കുക എന്നത് WTOയുടെ പ്രൈമറി ഫോക്കസിൽ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇനി സെറ്റിംഗ് ഗ്ലോബൽ ഇൻട്രസ്റ്റ് റേറ്റ് ടു മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻസ്. ഒരു ഗ്ലോബൽ ഇൻട്രസ്റ്റ് റേറ്റ് സെറ്റ് ചെയ്യുന്നതൊന്നും നമ്മുടെ WTOയുടെ പ്രൈമറി ഫോക്കസ് അല്ല. അപ്പോൾ WTO എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് എനേബിൾ ചെയ്യുക, അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ ഇപ്പം ഒന്നോ അതിൽ കൂടുതലോ കൺട്രീസ് തമ്മിലുള്ള ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യിക്കുക, ട്രേഡ് റെഗുലേറ്റ് ചെയ്യിക്കുക. ഇതൊക്കെയാണ് നമ്മളുടെ WTOയുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ WTOയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് നമുക്ക് പഠിച്ചു വെക്കാം. ഫണ്ടമെന്റൽ ഗോൾ ഓഫ് WTO എന്ന് പറയുന്നത് ട്രേഡ് എപ്പോഴും നമ്മുടെ ഒരു രാജ്യത്തെ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അവരുടെ ട്രേഡ് ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഗ്ലോബൽ ട്രേഡ് നടക്കണം എന്ന് പറയുന്നുണ്ട് അല്ലേ. ട്രേഡ് നടന്നാൽ മാത്രമേ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും അതുപോലെ തന്നെ ബെറ്റർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും ഒക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. WTO ഫൗണ്ടഡ് ഓൺ 1st January 1995. ഇയർ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇങ്ങനെയുള്ള WTO, IMF, വേൾഡ് ബാങ്ക് ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസിൻ്റെ ഒക്കെ ഇയറുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കാരണം ഇയർ ഉൾപ്പെടെ നമുക്ക് എക്സാമിന് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. സോ WTO succeed the General Agreement on Tariff and Trade, GATT, which was established in 1947. നമ്മുടെ ഗാട്ടിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് WTO വന്നിട്ടുള്ളത്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഗാട്ട് ഉണ്ടല്ലോ, ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ്. ഈ ഒരു ഗാട്ടിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് WTO വന്നത്. അപ്പോൾ ഗാട്ട് ഇപ്പോൾ ഇല്ല, കാരണം അതിനെ റീപ്ലേസ് ചെയ്തിട്ട് വന്നതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന WTO. അപ്പോൾ ഗാട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1947 ദെൻ 1995 ആയപ്പോൾ ഗാട്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് WTO വന്നിട്ടുണ്ടായിരുന്നു. ഹെഡ് ക്വാർട്ടേഴ്സ് ആർ ഇൻ ജനീവ, സ്വിറ്റ്സർലൻഡ്. സോ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇതിപ്പോൾ നമുക്ക് നെറ്റ് സെറ്റ് മാത്രമല്ല, മറ്റ് PSC എക്സാംസിനും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് വേൾഡ് ബാങ്ക്? അപ്പോൾ കുറച്ച് മുന്നേ ചോദിച്ചത് WTOയുടെ പ്രൈമറി ഫംഗ്ഷൻ ആണ്.
ഇപ്പോൾ ചോദിക്കുന്നത് വേൾഡ് ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും ഇപ്പോൾ സെറ്റ് എക്സാമിന്റെ ഒരു പ്രത്യേകത ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ട്രേഡ് എഗ്രിമെന്റുകളോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസോ ഒക്കെ പഠിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും അവരുടെ മെയിൻ എയിം എന്താണ്, അതേപോലെ എസ്റ്റാബ്ലിഷ് ചെയ്ത ER ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കാരണം അത് വെച്ചിട്ട് തന്നെയാണല്ലോ ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിൽ നിന്ന് നമുക്കത് മനസ്സിലാകും അല്ലേ. സോ വേൾഡ് ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷൻ ആണ് ചോദിക്കുന്നത്. വേൾഡ് ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷൻ ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. പ്രൊമോട്ട് ഫ്രീ ട്രേഡ് ആൻഡ് കൺട്രോൾ ഗ്ലോബൽ ഇൻഫ്ലേഷൻ റേറ്റ്സ്. ഫ്രീ ട്രേഡ് പ്രൊമോട്ട് ചെയ്യുക, ഗ്ലോബൽ ഇൻഫ്ലേഷൻ റേറ്റുകളെ കൺട്രോൾ ചെയ്യുന്നത്, അത് നമ്മുടെ വേൾഡ് ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷൻ ആണോ? നമുക്ക് പറയാനായിട്ട് പ്രൈമറി ഫംഗ്ഷൻ ആയിട്ട് പറയാൻ പറ്റുന്നില്ല അല്ലേ. നെക്സ്റ്റ് നമുക്ക് അറിയാം, ഇതും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നതേ ഉള്ളൂ. സോ പ്രൊവൈഡ് ലോങ് ടേം ലോൺസ് ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഡെവലപ്പിംഗ് കൺട്രീസ് ഫോർ ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ. അപ്പം നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ഈ ഒരു വേൾഡ് ബാങ്കാണ്, വേൾഡ് ബാങ്കാണ്. ആ ഒരു ബാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ബാങ്കിന്റെ ബേസിക് ഫങ്ഷൻസ് എന്താണ്. അക്സെപ്റ്റിംഗ് ഓഫ് ഡെപ്പോസിറ്റ്, ദെൻ ലെൻഡിങ് ഓഫ് ഫണ്ട് എന്നൊക്കെ നമ്മൾ ബാങ്കിന്റെ ബേസിക് ഫങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ബാങ്കിന്റെ ഫങ്ഷൻസ് തന്നെ അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വേൾഡ് ബാങ്കിന്റെ പ്രൈമറി ഫങ്ഷൻ എന്താണ്. പ്രൊവൈഡ് ലോങ് ടേം ലോൺസ് ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഡെവലപ്പിംഗ് കൺട്രീസ് ഫോർ ഡെവലപ്മെന്റ് പ്രോജക്ട്സ്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിന് ഡെവലപ്മെന്റ് പ്രൊജക്റ്റുകൾ എടുക്കാൻ, ഇപ്പോൾ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണെങ്കിൽ അവർ ഡെവലപ്ഡ് കൺട്രി ആകുന്നത് എപ്പോഴാണ്, അവർ കംപ്ലീറ്റ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുമ്പോഴും അതുപോലെ തന്നെ അവരുടെ എക്കണോമിക് ഗ്രോത്തും ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനെ ഒരു ഡെവലപ്ഡ് കൺട്രി എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഡെവലപ്പിംഗ് കൺട്രീസിന് ചില ഡെവലപ്മെന്റ് പ്രൊജക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഫണ്ട് വേണം. അപ്പോൾ അങ്ങനെയുള്ള ലോങ് ടേം ലോണുകളും ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു വേൾഡ് ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷൻ ആണ്. അപ്പോൾ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പ്രൊവൈഡ് ലോങ് ടേം ലോൺസ് ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഡെവലപ്പിംഗ് കൺട്രി ഫോർ ഡെവലപ്മെന്റ് പ്രോജക്റ്റ്. ദെൻ പിന്നെ പറയുന്നുണ്ട് റെഗുലേറ്റ് ഇന്റർനാഷണൽ ട്രേഡ് എഗ്രിമെന്റ് ആൻഡ് നാഷണൽ ബാങ്ക്, യൂസ് ഓഫ് ന്യൂ ഇന്നോവേഷൻ ഇൻ ബാങ്കിങ് ടെക്നോളജി ഇൻ ഡെവലപ്പിംഗ് നേഷൻസ്. ഇതൊന്നും നമുക്ക് പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റുന്നില്ല. ഇവിടെ ഏറ്റവും മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിന് ഡെവലപ്മെന്റ് പ്രൊജക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ലോങ് ടേം ലോണുകളും ഫിനാൻഷ്യൽ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മളുടെ വേൾഡ് ബാങ്കിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. സോ വേൾഡ് ബാങ്ക് ഈസ് ആൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഡെഡിക്കേറ്റഡ് ടു പ്രൊവൈഡ് ഫണ്ടിങ്, advice and research to support economic development in developing countries. ഡെവലപ്പിംഗ് കൺട്രീസിൽ എക്കണോമിക് ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടും മറ്റും പ്രൊവൈഡ് ചെയ്യണം അല്ലേ. ദ വേൾഡ് ബാങ്ക് പ്രൊവൈഡ് ലോ ഇൻട്രസ്റ്റ് ലോൺ, ഇൻട്രസ്റ്റ് ഫ്രീ ക്രെഡിറ്റ് ആൻഡ് സബ്സിഡീസ് ടു എലിജിബിൾ ഗവൺമെന്റ് ടു സപ്പോർട്ട് ദി ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ എക്കണോമീസ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പല രാജ്യങ്ങൾക്കും അവർക്ക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ലോ ഇൻട്രസ്റ്റ് ലോണുകളും ഇൻട്രസ്റ്റ് ഫ്രീ ക്രെഡിറ്റും സബ്സിഡീസും മറ്റും വേൾഡ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. FDI, നമ്മളുടെ FDIയും FPIയും ഒക്കെ മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഇന്റർനാഷണൽ ബിസിനസ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ നമുക്ക് പല മാർഗങ്ങളുണ്ട്. എക്സ്പോർട്ടിങ്, ഫ്രാഞ്ചൈസിങ്, ജോയിന്റ് വെഞ്ചർ, അങ്ങനെ ഒരുപാട് മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോഡ്സ് ഓഫ് എൻട്രീസ്, ഈ മോഡ്സ് ഓഫ് എൻട്രിയിൽ നമ്മൾ പഠിക്കുന്നതാണ് FDIയും FPIയും. ഇതും നമുക്ക് ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാനുള്ള രണ്ട് മെത്തേഡുകളാണ് അല്ലേ. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൃത്യമായിട്ട് എന്താണെന്ന് പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ആസ്പെക്ട്സ് ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് റെഫേഴ്സ് ടു. FDI എന്ന് പറയുന്നത് എന്താണ്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതായിരിക്കും? ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ എ കമ്പനി ഓർ ഇൻഡിവിജ്വൽ ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ് ഓഫ് അനദർ കൺട്രി. മറ്റൊരു രാജ്യത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് FDI ആണോ? അതോ ലോൺസ് ഗിവൺ ബൈ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു മൾട്ടിനാഷണൽ കമ്പനീസ്. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൾട്ടിനാഷണൽ കമ്പനീസിന് ലോൺ കൊടുക്കുന്നത് അത് FDIയിൽ വരുന്നുണ്ടോ? നോ. Then the investment made by a company or individual in business interest located in another country
typically through ownership or control of assets. Yes, ഓപ്ഷൻ സി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ എ കമ്പനി ഓർ ഇൻഡിവിജ്വൽ ഇൻ ബിസിനസ് ഇൻട്രസ്റ്റ് located in another country, typically through ownership or control of assets. അതായത് നമ്മൾ മറ്റൊരു രാജ്യത്തെ, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലാണ്, നമ്മൾ US-ലുള്ള ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. US-ലുള്ള ഒരു കമ്പനിയുടെ ഷെയറുകളിലോ അവരുടെ ഓണർഷിപ്പ് നമ്മൾ വാങ്ങുകയാണ്, അല്ലെങ്കിൽ നമ്മൾ US-ൽ നമ്മളൊരു കമ്പനിയുടെ ഒരു 50% ഷെയർസ് നമ്മൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. അതായത് ഓണർഷിപ്പ് ഓർ കൺട്രോൾ ഓഫ് അസറ്റ്. നമുക്കിപ്പോൾ ഓണർഷിപ്പ് ഫുള്ളി ഓൺഡ് ആയിട്ടും എടുക്കാം. ഇപ്പൊ നമ്മൾ US-ലൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ഇന്ത്യയിലുള്ള നമ്മൾ US-ലൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് നോക്കാം. FDI is an investment from a party in one country into a business or corporation in another country with the intention of establishing a lasting interest. ഇവിടെ നിങ്ങൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു വേർഡാണ്, ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ്. അതായത് നമ്മൾ മറ്റൊരു രാജ്യത്ത് പോയിട്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു കമ്പനിയിലോ, അല്ലെങ്കിൽ അവിടെ നമ്മളൊരു കമ്പനി തുടങ്ങുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ ഷെയറുകൾ വാങ്ങുന്നു. ഇപ്പം ഇങ്ങനെ ഒരു രാജ്യത്ത് നമ്മളൊരു ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ്, അവിടെ നിങ്ങൾ ഫോക്കസ് കൊടുക്കുക. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ഒരു ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റിന് വേണ്ടി. അതായത് ഇപ്പം നമ്മളിത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വിൽക്കുന്നു, അല്ലെങ്കിൽ ഈ ഷെയറുകൾ വേഗം വാങ്ങും വിൽക്കും. സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഷെയറുകൾ വാങ്ങും, ദെൻ ആ ഷെയറുകൾ നമ്മൾ വില കുറയുമ്പോൾ വാങ്ങും, വില കൂടുമ്പോൾ വിൽക്കും. ഇങ്ങനെ ചെയ്യുന്നില്ല. ഒരു ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, US-ലൊരു കമ്പനി ഇട്ടു. ഈ കമ്പനി ഇടുന്നത് നമ്മൾ ഉടനെ വിൽക്കുന്നില്ല. ഒരു ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതെങ്കിൽ അതിനെ നമുക്ക് FDI എന്ന് പറയാം. സോ ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ് ഡിഫറൻഷിയേറ്റ് FDI ഫ്രം FPI. ഈ ഒരു ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ് ആണ് FDI-യെയും FPI-യെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ വേർ ഇൻവെസ്റ്റേഴ്സ് passively hold the securities from a foreign country without direct ownership or control of the underlying business. ഇപ്പം FPI-ലാണെങ്കിൽ നമ്മളവിടെ പാസീവ്ലി, അതായത് നമ്മളിപ്പം കുറേ നാളത്തേക്ക് അല്ലെങ്കിൽ ഒരു ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ് വേണം എന്ന് വിചാരിച്ചുകൊണ്ടല്ല നമ്മൾ അവിടുത്തെ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റീസിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവിടെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ആയിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതാണെങ്കിൽ അതിനെ നമ്മൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത്. നമ്മളൊരു രാജ്യത്തെ ഒരു കമ്പനിയിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അവിടെ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ അതിനെ നമുക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രത്യേകത അവിടെ ഒരു ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു അസറ്റ് ഹോൾഡ് ചെയ്യുന്നത് പാസീവ്ലി ആയിരിക്കരുത്. പാസീവ്ലി മീൻസ് ഇപ്പോൾ നമുക്ക് കുറേ വർഷങ്ങളിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ അവിടെ നമുക്കൊരു ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ് വേണം. നമ്മളിപ്പം വേഗം വാങ്ങി, ഷെയർ മാർക്കറ്റിന്റെ പ്രത്യേകത, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഷെയറുകൾ വാങ്ങലും വിൽക്കലും ഇങ്ങനെ സൈമൾട്ടേനിയസ്ലി ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ് നടക്കുന്നത്. സോ അങ്ങനെ നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുകയല്ല. ഒരു ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ് എന്നൊരു ഇന്റൻഷനോട് കൂടിയാണ് നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. FDI എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ എ കമ്പനി ഓർ ഇൻഡിവിജ്വൽ ഇൻ ബിസിനസ് ഇൻട്രസ്റ്റ് ലൊക്കേറ്റഡ് ഇൻ അനദർ കൺട്രി typically through ownership or control of asset. നമുക്ക് അവിടുത്തെ കമ്പനിയിൽ ഓണർഷിപ്പും ഉണ്ട്, അവരുടെ അസറ്റുകളിൽ നമുക്ക് കൺട്രോൾ ഉണ്ട്. വേണമെങ്കിൽ അവിടുത്തെ അസറ്റുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഫോറിൻ US-ലുള്ള ഒരു കമ്പനിയുടെ അസറ്റുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതെല്ലാം FDI ആണ്. ഒരു ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ് ആണ് നമ്മളവിടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ കൂടി നമ്മുടെ ഇന്റൻഷൻ ഒരു ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ് ആണ്. ദെൻ FPI എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു ഡയറക്റ്റ് ഓണർഷിപ്പോ ഡയറക്റ്റ് കൺട്രോളോ ഒന്നും കിട്ടുന്നില്ല. നമ്മൾ ജസ്റ്റ് അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അല്ലേ. ഇനി നെക്സ്റ്റ് വൺ, എ കസ്റ്റംസ് യൂണിയൻ റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ദാറ്റ് ഹാവ്. കസ്റ്റംസ് യൂണിയൻ, നിങ്ങൾ റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻസ് പഠിക്കുമ്പോൾ കസ്റ്റംസ് യൂണിയൻ, കോമൺ മാർക്കറ്റ്, യൂറോപ്യൻ യൂണിയൻ, ഇങ്ങനെ കുറച്ച്
ടേംസ് പഠിക്കും അല്ലേ. ഫ്രീ ട്രേഡ് ഏരിയ, കസ്റ്റംസ് യൂണിയൻ, കോമൺ മാർക്കറ്റ്, യൂറോപ്യൻ യൂണിയൻ, ഇങ്ങനെ ഈ ഒരു നമ്മൾ ഈ പഠിക്കുന്ന റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ്സിലെ കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുന്നത് ഇതിലേതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ കസ്റ്റംസ് യൂണിയൻ എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാമെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഒരു കോംപ്ലിക്കേഷൻസും അവിടെ വരുന്നില്ല. സോ ഇവിടെ നമുക്ക് കാണാം അഡോപ്റ്റഡ്, ഓപ്ഷൻ എ ആണ്, അഡോപ്റ്റഡ് എ കോമൺ എക്സ്റ്റേണൽ ടാരിഫ് ഓൺ ഇമ്പോർട്ട് ഫ്രം നോൺ മെമ്പർ കൺട്രീസ് ആൻഡ് അലൗഡ് ഫ്രീ ട്രേഡ് അമംഗ് ദംസെൽസ്. കസ്റ്റംസ് യൂണിയനെ പറ്റി ഇവിടെ പറയുന്നത്, ഇപ്പോൾ റീജിയണൽ ട്രേഡ് എഗ്രിമെന്റുകൾ എന്തിനാ വെക്കുന്നത്? രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടക്കുമ്പോൾ ആ രാജ്യങ്ങൾ തമ്മിലെ ട്രേഡിലുള്ള റെസ്ട്രിക്ഷൻസിനെ അവർക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഈ രാജ്യങ്ങൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് വെക്കും അല്ലെ, ട്രേഡ് എഗ്രിമെന്റുകൾ വെക്കും. സോ ഈ ഒരു റീജിയണൽ ട്രേഡ് എഗ്രിമെന്റിനകത്ത് നമുക്ക് ഒരെണ്ണമാണ് കസ്റ്റംസ് യൂണിയൻ. ഫ്രീ ട്രേഡ് ഏരിയ നമ്മൾ ആദ്യം പഠിക്കും, അതിനുശേഷം നമ്മൾ പഠിക്കുന്നതാണ് കസ്റ്റംസ് യൂണിയൻ. കസ്റ്റംസ് യൂണിയന്റെ പ്രത്യേകത എന്താണ്? കസ്റ്റംസ് യൂണിയനിൽ പറയുന്നത് ഈ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾ തമ്മിൽ എന്തില്ല? ടാരിഫ് ഇല്ല. ആ എഗ്രിമെന്റിൽ ഏർപ്പെട്ട കൺട്രീസിനെ നമ്മൾ മെമ്പർ കൺട്രീസ് എന്ന് പറയും. മെമ്പർ കൺട്രീസ് തമ്മിൽ ടാരിഫ് ഇല്ല. ടാരിഫ് എന്ന് പറഞ്ഞാൽ ടാക്സുകളാണ്. ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒന്നും നടക്കുന്നതിന് ഈ മെമ്പർ കൺട്രീസ് തമ്മിൽ എന്തൊക്കെ ഗുഡ്സ് ഇമ്പോർട്ടും എക്സ്പോർട്ടും എന്ത് ചെയ്താലും, ട്രേഡ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ ട്രേഡ് നടത്തിയാൽ, മെമ്പർ കൺട്രീസ് തമ്മിൽ ട്രേഡ് നടത്തുമ്പോൾ അവിടെ ടാക്സുകളില്ല, ടാരിഫ് ഇല്ല. ആ ടാരിഫ് അബോളിഷ് ചെയ്യാനാണ് രാജ്യങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു എഗ്രിമെന്റ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റംസ് യൂണിയന്റെ പ്രത്യേകത, ഈ മെമ്പർ കൺട്രീസ് തമ്മിൽ ട്രേഡ് നടക്കുമ്പോൾ ടാരിഫ് ഇല്ല, പക്ഷേ ഇവർക്ക് എല്ലാവർക്കും ഒരു കോമൺ എക്സ്റ്റേണൽ ടാരിഫ് ഉണ്ട്. അതായത് മെമ്പർ കൺട്രീസ് അല്ലാത്ത മറ്റൊരു രാജ്യവുമായിട്ട് ഇവർ ട്രേഡ് നടത്തുമ്പോൾ അവിടെ ഒരു ടാക്സ് ഉണ്ട്, ടാരിഫ് ഉണ്ട്. അപ്പോൾ ഈ ടാരിഫ് എന്ന് പറയുന്നത് കോമൺ ആണ്. അതായത് ഇതിലുള്ള എല്ലാ മെമ്പർ കൺട്രീസിനും കോമൺ ആയിട്ടൊരു എക്സ്റ്റേണൽ ടാരിഫ് ഉണ്ട്. അപ്പോൾ ഇവരിൽ ആര് എക്സ്റ്റേണൽ ഒരു കൺട്രിയുമായിട്ട് ട്രേഡ് നടത്തിയാലും ഈ ഒരു എമൗണ്ട് ആയിരിക്കും, ഈ ഒരു ടാരിഫ് ആയിരിക്കും അവരുടെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ കസ്റ്റംസ് യൂണിയൻ. അപ്പോൾ ഈ സെയിം കാര്യം തന്നെയാണ് നമ്മുടെ ഓപ്ഷൻ എയിൽ പറയുന്നത്. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്താം. ഓപ്ഷൻ എ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് എഗ്രി ടു അലൗ ഫ്രീ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, സർവീസ്, ക്യാപിറ്റൽ ആൻഡ് ലേബർ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഫ്രീ മൂവ്മെന്റ് ഉണ്ട് എന്ന് കസ്റ്റംസ് യൂണിയനിൽ പറയുന്നില്ല. ദെൻ എസ്റ്റാബ്ലിഷ്ഡ് എ യൂണിഫൈഡ് കറൻസി എമംഗ് ദം ബൈ പർച്ചേസ് ഗുഡ്സ് ഫ്രം കൺട്രി ഔട്ട്സൈഡ് ദ ഗ്രൂപ്പ്. അതും നമ്മുടെ കസ്റ്റംസ് യൂണിയനിൽ വരുന്നതല്ല. അബോളിഷ്ഡ് ഓൾ ഫോംസ് ഓഫ് ട്രേഡ് വിത്ത് നാഷൻ ഔട്ട്സൈഡ് ദാറ്റ് ഗ്രൂപ്പ്. അതായത് ആ ഗ്രൂപ്പിന് പുറത്തുള്ളവരുമായിട്ടുള്ള ട്രേഡ് മൊത്തം അബോളിഷ് ചെയ്തു എന്നും ഒരിക്കലും പറയുന്നില്ല. അപ്പൊ നമ്മുടെ ഈ ഒരു കസ്റ്റംസ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അഡോപ്റ്റഡ് എ കോമൺ എക്സ്റ്റേണൽ ടാരിഫ് ഓൺ ഇമ്പോർട്ട് ഫ്രം നോൺ മെമ്പർ കൺട്രീസ്. അതായത് നോൺ മെമ്പർ കൺട്രീസിൽ നിന്നും അവർ ഇമ്പോർട്ട് നടത്തുവാണെങ്കിൽ ഒരു ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അത് കോമൺ ആണ്. ഇനി മെമ്പർ കൺട്രീസ് തമ്മിൽ ഇമ്പോർട്ട് നടത്തുമ്പോൾ, ഇപ്പം മെമ്പർ കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ടുകൾ നടക്കുമ്പോൾ അവിടെ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. അത് നമുക്ക് സിമ്പിളായിട്ടൊന്ന് നോക്കാം. ഇപ്പോൾ കസ്റ്റംസ് യൂണിയനെ പറ്റി പറയുമ്പോൾ, ഇപ്പോൾ ഇന്ത്യ, US, ദെൻ കാനഡ, ചൈന. ഓക്കെ, ജസ്റ്റ് ഫോർ ഏതെങ്കിലും 4 സ്ഥലങ്ങൾ എടുക്കുക. എന്നാലിപ്പോൾ ഇന്ത്യയും US-ഉം കാനഡ, ചൈന, ഈ രാജ്യങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് സൗത്ത് ആഫ്രിക്ക എടുക്കാം. സൗത്ത് ആഫ്രിക്ക. ഓക്കെ, ഇപ്പൊ ഇത് 4 രാജ്യങ്ങൾ ഏതെങ്കിലും ആയിക്കോട്ടെ. നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, എന്താണ് കസ്റ്റംസ് യൂണിയന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ 4 രാജ്യങ്ങളുണ്ട്. ഈ 4 രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടക്കുമ്പോൾ, ഈ 4 രാജ്യങ്ങൾ തമ്മിലൊരു, ഇവര് കസ്റ്റംസ് യൂണിയൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ 4 രാജ്യങ്ങൾ തമ്മിലും ഒരു എഗ്രിമെന്റ് ഉണ്ട്. എന്താണ്? ഇവർ തമ്മിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് നടക്കുമ്പോൾ ടാരിഫ് ഇല്ല. ഇപ്പൊ ഇന്ത്യ ചൈനയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു, അപ്പോൾ സാധാരണഗതിയിൽ എക്സ്പോർട്ടുകൾക്കല്ല ഇമ്പോർട്ടുകൾക്കല്ലേ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ഇമ്പോർട്ടുകളാണല്ലോ ടാരിഫ് അടക്കേണ്ടത്. അപ്പൊ ഇന്ത്യ ചൈനയിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം ഇമ്പോർട്ട് ചെയ്തു, പക്ഷെ ഇവർ തമ്മിൽ എഗ്രിമെന്റ് ഉള്ളത് കൊണ്ട് ഇന്ത്യക്ക് ടാക്സ് ഒന്നും കൊടുക്കണ്ട. ഇനി ഇന്ത്യ US-ൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം ഇമ്പോർട്ട് ചെയ്തു, അപ്പോഴും നമ്മൾ അവിടെ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇനി നമ്മൾ വേറൊരു ജപ്പാൻ. ഈ ജപ്പാൻ എന്ന് പറയുന്നത് നമ്മളുടെ ട്രേഡ് എഗ്രിമെന്റിന് പുറത്തുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള കൺട്രിയാണ്. ഇവർ 4 മെമ്പർ കൺട്രീസാണ്. ഇതൊരു എക്സ്റ്റേണൽ കൺട്രിയാണ്. ഇനി ഈ ജപ്പാനിൽ നിന്ന് ഇന്ത്യ എന്തെങ്കിലും ഒന്ന് ഇമ്പോർട്ട് ചെയ്താൽ അവിടെ ടാക്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ കോമൺ എക്സ്റ്റേണൽ ടാരിഫ് ഉണ്ട് എന്ന് പറയുന്നത്. ജപ്പാനിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്താൽ ചിലപ്പോൾ
10% ടാരിഫ് കൊടുക്കണം. ഇനി ജപ്പാനിൽ നിന്ന് ചൈന ഇമ്പോർട്ട് ചെയ്താലും അവരും 10% തന്നെയായിരിക്കും ടാരിഫ്. കോമൺ എക്സ്റ്റേണൽ ടാരിഫാണ്. ജപ്പാൻ എന്നല്ല, ഇനി ഏത് രാജ്യത്തു നിന്നും ഈ രാജ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഈ 10% തന്നെയായിരിക്കും അവരുടെ എല്ലാവർക്കും വരുന്ന ടാക്സ് റേറ്റ്. അപ്പോൾ മെമ്പർ കൺട്രീസ് തമ്മിൽ മെമ്പർ കൺട്രീസ് തമ്മിൽ ടാരിഫ് ഇല്ല. പക്ഷേ മെമ്പർ കൺട്രീസിന് പുറത്ത് ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ കൺട്രിയിൽ നിന്ന് അവർ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ട് ചെയ്താൽ കോമൺ എക്സ്റ്റേണൽ ടാരിഫ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതാണ് നമ്മളുടെ കസ്റ്റംസ് യൂണിയന്റെ പ്രത്യേകത. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ കൂടി ഒരു ഐഡിയ കിട്ടും. ഫ്രീ ട്രേഡിന്റെ പ്രത്യേകത, മെമ്പർ കൺട്രീസ് തമ്മിൽ ടാക്സ് ഇല്ല. ഫ്രീ ട്രേഡ് ഏരിയയിൽ മെമ്പർ കൺട്രീസ് തമ്മിൽ ടാക്സ് ഇല്ല. മെമ്പർ കൺട്രീസ് തമ്മിൽ ട്രേഡ് നടക്കുമ്പോൾ ടാക്സ് ഇല്ല. പക്ഷേ മെമ്പർ കൺട്രീസിന് തമ്മിൽ ട്രേഡ് നടക്കുമ്പോഴാണ് ടാക്സ് ഇല്ലാത്തത്. എക്സ്റ്റേണൽ കൺട്രീസുമായിട്ട് ട്രേഡ് നടക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ടാക്സുകളാണ്. ഓരോരുത്തർക്കും അവരുടെ ഇൻഡിവിജ്വൽ ടാക്സുകളായിരുന്നു. ഇപ്പോൾ എല്ലാ മെമ്പർ കൺട്രീസിനും കോമൺ എക്സ്റ്റേണൽ ടാരിഫ് അല്ല. ഇവിടെ നമുക്ക് A, B, C 3 രാജ്യങ്ങളാണ്. ഈ 3 രാജ്യങ്ങളും തമ്മിലൊരു ട്രേഡ് എഗ്രിമെന്റ് ഉണ്ട്. സോ ഇവർ 3 മെമ്പർ കൺട്രീസ് ആണ്. ഇനി D, E എന്നൊക്കെ പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള കൺട്രീസ് ആണ്. അപ്പോൾ ഇവിടെ A, B, C തമ്മിൽ ട്രേഡ് നടക്കുമ്പോൾ, ഇപ്പോൾ A ബിയിൽ നിന്ന് എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യുന്നു, സിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെ നടക്കുമ്പോൾ ഒന്നും ഇവിടെ എന്തില്ല, ഇവർ തമ്മിൽ ഒന്നും ടാക്സ് ഇല്ല. ഇനി പുറത്തുള്ളൊരു രാജ്യത്തു നിന്ന്, അതായത് ഡിയിൽ നിന്ന് A എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്താൽ അവിടെ ചിലപ്പോൾ 10% ആയിരിക്കും. ഇനി ഇയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡിയിൽ നിന്ന് ബി ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 15% ആയിരിക്കും. അതായത് മെമ്പർ കൺട്രീസ് തമ്മിൽ ടാക്സ് ഇല്ല, പക്ഷെ അവർ എക്സ്റ്റേണൽ കൺട്രിയിൽ നിന്നും ഇമ്പോർട്ടുകൾ നടത്തുവാണെങ്കിൽ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ടാക്സുകളുണ്ട്. ഇപ്പൊ എക്ക് 10% ആയിരിക്കും, ബിക്ക് 15 ആയിരിക്കും, സിക്ക് 20 ആയിരിക്കും. അത് ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള ടാക്സ് റേറ്റുകളുണ്ട്. അതാണ് ഫ്രീ ട്രേഡ് ഏരിയ. കസ്റ്റംസ് യൂണിയനിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ മെമ്പർ കൺട്രീസ് തമ്മിൽ ട്രേഡ് നടക്കുമ്പോൾ ടാക്സ് ഇല്ല. കോമൺ എക്സ്റ്റേണൽ ടാരിഫാണ്. അതായത് പുറത്തുള്ള ഏത് രാജ്യത്തു നിന്ന് അവര് മെമ്പർ കൺട്രി അല്ലാത്ത മറ്റേത് രാജ്യത്തു നിന്ന് ട്രേഡ് നടത്തിയാലും എല്ലാവർക്കും ടാക്സ് റേറ്റ് സെയിം ആണ്. ഇപ്പോൾ 10%, എല്ലാവർക്കും 10% ആയിരിക്കും. മെമ്പർ കൺട്രീസ് തമ്മിൽ ടാക്സ് ഇല്ല. പുറത്തുള്ളൊരു രാജ്യവുമായിട്ട് ട്രേഡ് നടത്തുമ്പോൾ കോമൺ എക്സ്റ്റേണൽ ടാരിഫ് ആയിരിക്കും, എല്ലാവർക്കും സെയിം ടാക്സ് റേറ്റ് ആയിരിക്കും. അതാണ് നമ്മുടെ കസ്റ്റംസ് യൂണിയൻ. ഇനി കോമൺ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇത് രണ്ടുമുണ്ട്. അതിൻ്റെ കൂടെ ഫ്രീ മൂവ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് സർവീസസ്. അവിടെ ഈ ക്യാപിറ്റലിന്റെ മൂവ്മെന്റ്, ക്യാപിറ്റലും സർവീസസും, അവിടെ ഫ്രീ മൂവ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും രാജ്യങ്ങൾ തമ്മിൽ. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും മറ്റും എല്ലാത്തിൻ്റെയും ഫ്രീ മൂവ്മെന്റ് ആയിരിക്കും. ഇനി അതാണ് കോമൺ മാർക്കറ്റ്. ഇനി എക്കണോമിക് യൂണിയനിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞിരുന്ന 3 ഫീച്ചേഴ്സിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് അവർക്ക് കോമൺ മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസി, അതാണ് മെയിൻ ആയിട്ട് ഫോക്കസ് കൊടുക്കേണ്ടത്. കോമൺ മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസി. ഇവിടെ ഈ രാജ്യങ്ങൾ തമ്മിൽ, ഇവിടെ എക്കണോമിക് യൂണിയനിലേക്ക് വരുമ്പോൾ രാജ്യങ്ങൾ തമ്മിൽ ടാക്സ് ഇല്ല, കോമൺ എക്സ്റ്റേണൽ ടാരിഫ് ആയിരിക്കും, ഫ്രീ മൂവ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു കോമൺ മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയും അവർക്ക് കാണും. ഇനി ലാസ്റ്റ് പൊളിറ്റിക്കൽ യൂണിയനിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞിരുന്ന ഇത്രയും ഫീച്ചേഴ്സിന്റെ കൂടെ അവർക്കൊരു കോമൺ ഗവൺമെന്റ് ആയിരിക്കും. അപ്പോൾ അവിടെ കംപ്ലീറ്റ്ലി ഇന്റഗ്രേറ്റഡ് ആണല്ലേ. അപ്പോൾ ഇങ്ങനെ റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം. കോംപ്ലക്സിറ്റി കൂടും അല്ലേ. കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ ഫ്രീ ട്രേഡ് ഏരിയ കോംപ്ലക്സ് അല്ല, ഭയങ്കര ലോ കോംപ്ലക്സിറ്റി ആണ്. പൊളിറ്റിക്കൽ യൂണിയനിൽ കോംപ്ലക്സിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ, പൊളിറ്റിക്കൽ യൂണിയനിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ രാജ്യങ്ങൾ തമ്മിൽ ഇന്റഗ്രേഷൻ കൂടുതലാണ്. കാരണം എല്ലാ രാജ്യത്തിനും ഒരു ഗവൺമെന്റ് ആണ്. അപ്പോൾ അവിടുത്തെ റെഗുലേഷൻസ് എല്ലാം സെയിം ആയിട്ട് വരും അല്ലേ. സോ ഇതാണ് നമ്മളുടെ റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ്സ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രൈമറി ഗോൾ ഓഫ് ഇന്ത്യാസ് ലിബറലൈസേഷൻ പോളിസി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1991. 1991 നമ്മളുടെ LPG വന്നിട്ടുണ്ട് അല്ലേ. അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 1991 ലിബറലൈസേഷൻ പോളിസിയുടെ പ്രൈമറി ഗോൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലിബറലൈസേഷൻ പോളിസിയുടെ പ്രൈമറി ഗോൾ. അപ്പോൾ ലിബറലൈസേഷൻ പോളിസിയുടെ പ്രൈമറി ഗോൾ എന്താണ്? ഇൻക്രീസ് ഗവൺമെന്റ് കൺട്രോൾ. ഗവൺമെന്റ് കൺട്രോൾ ഇൻക്രീസ് ചെയ്യുന്നതാണോ ലിബറലൈസേഷൻ? അല്ല, അത് നമുക്കല്ലെന്നറിയാം. ഇനി റെഡ്യൂസ് ട്രേഡ് ബാരിയർ, ഓപ്പൺ എക്കോണമി ആൻഡ് എൻകറേജ് പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ. ആ പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്യുക, ട്രേഡ് ബാരിയറുകൾ കുറയ്ക്കുക അല്ലേ. ലിബറലൈസ് ദി എക്കോണമി ഫ്രം റെസ്ട്രിക്ഷൻസ് ഓൺ ഗ്രോത്ത് എന്ന് നമ്മൾ പറയാറുണ്ട്. ലിബറലൈസേഷൻ എന്ന് വെച്ചാൽ ലിബറലൈസ് ദി എക്കോണമി ഫ്രം റെസ്ട്രിക്ഷൻസ് ഓൺ ഗ്രോത്ത്. ഗ്രോത്തിലുള്ള റെസ്ട്രിക്ഷൻസും ബാരിയേഴ്സും എല്ലാം മാറ്റി
എക്കോണമിയെ കുറച്ച് ലിബറലൈസ് ചെയ്യുക, ബാരിയേഴ്സ് കുറയ്ക്കുക, അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. സോ കൂടുതലായിട്ടും ട്രേഡ് ബാരിയറുകൾ റെഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മളുടെ ലിബറലൈസേഷൻ പോളിസിയുടെ മെയിൻ ഫോക്കസ്. ദെൻ ലിമിറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇമ്പോർട്ട് ഫ്രം ഫോറിൻ കൺട്രി അല്ല. സ്ട്രെങ്തൻ സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസസ്, അതൊന്നും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നില്ല. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സോ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ to boost economic growth by increasing private sector participation and foreign investment while reducing government control and promoting a more market-oriented economy, essentially opening up the Indian economy to global competition and integration. Simple ആയിട്ട് നമുക്ക് അറിയാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി റെഫേഴ്സ് ടു. എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. സാധാരണഗതിയിൽ ഇൻവെസ്റ്റ്മെന്റും ഡിസ്ഇൻവെസ്റ്റ്മെന്റും ഇത് രണ്ടും നമുക്കറിയാവുന്ന രണ്ട് വാക്കുകളാണ് അല്ലേ. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫണ്ട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിടുന്നു. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് തിരിച്ചെടുക്കുകയാണ് അല്ലേ, ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ തിരിച്ചെടുക്കുകയാണ്. അപ്പൊ അങ്ങനെ നോക്കിയാലും ഇവിടെ സെല്ലിംഗ് ഓർ റെഡ്യൂസിങ് ഗവൺമെന്റ് ഓണർഷിപ്പ് ഇൻ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്. സിമ്പിൾ ആണ്. ഈ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് ഈ ഒരു ഫസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. നമ്മുടെ ആൻസറുകളെല്ലാം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. നമുക്ക് ബാക്കി ഓപ്ഷനിലേക്ക് പോകേണ്ട ആവശ്യം പോലും വരുന്നില്ല അല്ലേ. ഗവൺമെന്റ് ഇൻക്രീസിങ് ഇറ്റ് സ്റ്റേക്ക് ഇൻ പബ്ലിക് സെക്ടർ എന്റർപ്രൈസ്, ഒരിക്കലും അത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഗവൺമെന്റ് അവരുടെ ഷെയറുകൾ കൂട്ടുകയാണെങ്കിൽ അത് ഒരിക്കലും ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആകത്തില്ല. സ്റ്റോപ്പിംഗ് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ്സ്, പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യുന്നതും ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാനായിട്ട് പറ്റുന്നില്ല. നാഷണലൈസിംഗ് പ്രൈവറ്റ് ബിസിനസ്, അതും നമ്മുടെ ആൻസർ അല്ല. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സെല്ലിംഗ് ഓർ റെഡ്യൂസിംഗ് ഗവൺമെന്റ് ഓണർഷിപ്പ് ഇൻ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്. സോ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പോളിസി ഓഫ് സെല്ലിംഗ് ഇറ്റ്സ് അസറ്റ്സ് ഇൻ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എയ്തർ പാർഷ്യലി ഓർ ഫുള്ളി. ഗവൺമെന്റിന്റെ അസറ്റുകളെ സെല്ല് ചെയ്യാണ്, അതായത് പബ്ലിക് സെക്ടർ ആയിട്ടുള്ള അസറ്റുകൾ സെല്ല് ചെയ്യുക, കൂടുതലും പ്രൈവറ്റ് സെക്ടറിലോട്ട് മാറ്റുന്നത് നമുക്ക് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. Purpose of disinvestment is to decrease the government financial burden and address revenue shortfalls. So, disinvestment is essentially the opposite of acquisition. It involves a government selling off assets or business it owns. So, disinvestment എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ഒരു ബിസിനസ് ഗവൺമെന്റ് സെല്ല് ചെയ്യുകയാണ്, പ്രൈവറ്റ് സെക്ടറിനും മറ്റും സെല്ല് ചെയ്യുന്നതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ബാലൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.